ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. മസ്താനിയും പ്രവീണും സാബുമാനും ലക്ഷ്മിയും ഒന്നിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രവീണിനോട് ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പ്രവീണിന്റെ മേലെ അനുവിനൊരു കണ്ണുണ്ടോ എന്നൊരു സംശയം എന്ന്. അപ്പോൾ പ്രവീണിനോട് അവർ പറയുന്നുണ്ട്, അതായത് ഭർത്താക്കന്മാരെ വിളിക്കുന്ന പോലെ നിങ്ങൾ എന്നൊക്കെയാണ് അനു പ്രവീണിനെ വിളിക്കുന്നതെന്ന്, വേറെ ആരെയും അങ്ങനെ വിളിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രവീൺ തിരിച്ച് പറയുന്നുണ്ട്, എന്ത് സ്ട്രാറ്റജി എടുത്താലും ഈ ലവ് കോംബോ എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുന്ന പ്രശ്നമില്ല എന്ന്. അപ്പോൾ അവർ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട്, പേർലി ശ്രീനീഷ് കോംബോ പോലെയൊക്കെ ആയിരിക്കും ആവാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ തമാശയ്ക്ക് പറഞ്ഞ് ചിരിക്കുന്നു. പിന്നെ ഷാനവാസും അപ്പാനിയും അഭിലാഷും അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പാത്രം കഴുകാത്തതിനെ കുറിച്ചും ഈ പുതിയ വെസൽ ടീമിന്റെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അഭിലാഷിനോട് ഷാനവാസ് പറയുന്നു, നിനക്ക് എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ പറഞ്ഞത് കേട്ടപ്പോൾ അഭിലാഷിന് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോഴ അഭിലാഷ് ഷാനവാസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഇടയ്ക്ക് ഈ തന്തയ്ക്ക് വിളിക്കുന്ന ആ ഒരു ഇതും നിർത്തണം, കാരണം അത് ചിലപ്പോൾ ലാലേട്ടൻ നിങ്ങളോടും ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോഴത് പറഞ്ഞപ്പോൾ ഷാനവാസിനും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഷാനവാസ് തിരിച്ചു പറയുന്നുണ്ട്, ഇത് നിന്റെ ഗെയിം പ്ലാൻ ആണെന്ന് മനസ്സിലായി, കാരണം നീ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ നിന്നൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, അപ്പോൾ കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസും തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അഭിലാഷ് അവിടുന്ന് ദേഷ്യം പിടിച്ച് എണീറ്റ് പോകുന്നു. പിന്നെ അനുവിൻ്റെ കാര്യം പറഞ്ഞാൽ ഇനി അടുത്ത സ്ട്രാറ്റജി ലവ് കോംബോ ആണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വീട്ടുകാരുടെയും സംശയം. എന്ത് തന്നെയായാലും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കഴിഞ്ഞു, അങ്ങനെ പലതും കഴിഞ്ഞ് കരച്ചൽ, പാവയെ കൊണ്ടുള്ള കളി എല്ലാം കഴിഞ്ഞ് ഇനി അടുത്തത് ലവ് കോംബോ ആണോ പുള്ളിക്കാരുടെ സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണാം. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ച് അതിൻ്റെ മത്തിൽ ഓരോ വീട്ടുകാരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നോർക്കം തൂങ്ങുന്നുണ്ട്. ഒനിയിൽ കുറേ നേരം ബീൻ ബാഗിലിരുന്ന് നല്ല കൂർക്കം വലിച്ച് ഉറക്കാണ്. രേണു നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. കുറേ പേരെ കാണാൻ തന്നെയില്ല, അവരവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.